കലിയുഗത്തിൽ ഒരാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് പലരുടെയും വിചാരം. അതിനുവേണ്ടി ഏത് വിധേനയും എങ്ങനെയാണേലും അവരിതുപോലുള്ള കർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം വേറെ സ്ഥലത്ത് അതിനുള്ള ക്ഷുദ്രക്രിയകളൊക്കെ ചെയ്ത് വായിച്ച് നമ്മളെ നശിപ്പിക്കാൻ കൊണ്ട് നമ്മുടെ പറമ്പിൻ്റെ എവിടെയെങ്കിലോ വീട്ടുമുറ്റത്തൊക്കെ മുറ്റടിക്കാൻ പോകാൻ നേരത്തൊക്കെ അമ്മമാർക്കായിരിക്കും ഇത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ വരും. പിറ്റേ ദിവസം ജോലി ചെയ്യണം. അങ്ങനെ ആയി കഴിയാൻ നേരത്ത് വീട്ടിൽ വഴക്കുകൾ കാര്യങ്ങൾ സുരക്ഷ. പണ്ടായിരുന്നു പതുക്കെ പതുക്കെ ഉള്ളൂ, ഇപ്പം അപ്പപ്പം കൊടുക്കുക. കമ്പ്യൂട്ടറാണ് അപ്പം ഭഗവാൻ അതുപോലെ ഭഗവതി അതുപോലെ നോക്കിയിരിക്കുക, ഒട്ടനെ കൊടുത്തേക്കാം. മനസ്സിലായി? തിരിച്ചാലും വളരെ മോശം അവസ്ഥ. പ്രധാനമായിട്ട് പൈസയുടെ റോളിംഗ് തന്നെ ഇല്ലാതെ വരിക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നമസ്കാരം. മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് നിന്നോ മഞ്ചാടിക്കുരുവോ അതുപോലെ തന്നെ കാണാൻ നല്ല രസമുള്ള വെള്ളക്കല്ലുകളോ അല്ലെങ്കിൽ ഈ ഉരുളൻ പോലത്തെ കല്ലുകളോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾക്കും ഒക്കെ ഇതിന് ഇടയാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ശത്രുക്കളുടെ, ചിലപ്പോൾ നമ്മൾ ശത്രുവാണെന്ന് പോലും വിചാരിക്കില്ല, അവർ നമ്മളെ ശത്രുവായി കണ്ട് ചെയ്യുന്ന ഒരു ആഭിചാര കർമ്മത്തിൽ നിന്നും ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് എറിയുന്നു. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതിനു മുമ്പേ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പറമ്പിൽ നിന്ന് നാണയമോ അല്ലെങ്കിൽ ഏലസ് അല്ലെ തകിട് കഷ്ണങ്ങളോ അങ്ങനെയൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കൈകൊണ്ട് എടുക്കരുതെന്ന്. അപ്പോൾ കുറേ റെസ്പോൺസ് കാര്യങ്ങൾ കുറേ കോളുകളൊക്കെ വന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിന് മുമ്പേ നമ്മൾ കൈവിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതിന് തുടർന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു തേർഡ് പാർട്ടെന്ന് പറഞ്ഞ് അതായിട്ട് വേണം നമുക്ക് കൂട്ടാം. ഇന്നത്തെ വീഡിയോ കൈവിഷം ചെയ്തു, രണ്ടാമത്തെ ഈ പറഞ്ഞ കോയിൻസ് അങ്ങനെയുള്ള വിചാരകർമ്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫൈനൽ പാർട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് വേണം നമുക്ക് കൂട്ടാം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ കൈകൊണ്ട് സ്പർശിക്കുകയോ തൊടാനോ ഒന്നും പാടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ കാര്യം, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ജ്യോതിഷ കൃഷ്ണാമൃതത്തിനെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോകാം. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് കുറേ കോളുകൾ എനിക്ക് വരികയുണ്ടായി. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലധികം കോളുകളാണ്. കുറേ പേർക്ക് ഇതുപോലുള്ളൊരു സംശയം കാര്യങ്ങളുണ്ട്. ഇത് കുറേ പേർക്ക് അതിനുള്ള പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 59 വർഷമായിട്ട് തന്നെ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന, അതായത് ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് അവരുടെ കുടുംബം വരെ ക്ഷയിച്ച ഒരവസ്ഥ. അതായത് ഇന്നലെ വരെ അവർക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കോയിൻസ് പോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു പല വിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അങ്ങനെയുള്ള പല രീതിയിലുള്ള ശത്രുക്കളുടെ ഓരോ കാര്യങ്ങളും പലർക്കും ലഭിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ, അതായത് കലിയുഗത്തിൽ ഒരാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് പലരുടെയും വിചാരം. അതിനുവേണ്ടി ഏത് വിധേനയും എങ്ങനെയാണേലും അവരിതുപോലുള്ള കർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ഒരു പോസിറ്റീവ് എനർജി അതാണ് ഇല്ലാതാകുന്നത്. അയാൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഭഗവാനോടുള്ള ഇഷ്ടവും അതിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതറിയാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വീഡിയോ പലരും പറയാൻ മടിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇതിനു മുമ്പ് തന്നെ ഞാൻ കുബേർകുഞ്ചിയുടെ ഒരു വീഡിയോ ചെയ്തു. അത് വീട്ടിൽ വെക്കരുതെന്ന് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ നിരത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും അതുകൊണ്ട് തന്നെ നല്ല നേട്ടങ്ങൾ, കാര്യങ്ങൾ, സന്തോഷം കുടുംബത്തിൽ. അപ്പം
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മഞ്ചാടിക്കുരു അതുപോലെയുള്ള കാണാൻ ഭംഗിയുള്ള വെള്ളക്കല്ലുകൾ നമ്മുടെ പറമ്പിൽ നിന്നോ വീട്ടുമുറ്റത്തു നിന്നൊക്കെ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും കൈ കൊണ്ട് എടുക്കാൻ പാടില്ല, കാലുകൊണ്ടും സ്പർശിക്കാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും മഞ്ചാടിക്കുരു വല്ല കിളികൾ കൊണ്ട് ഇട്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. ആദ്യം നമ്മൾ അങ്ങനെ വിചാരിക്കുള്ളൂ. മഴക്കാലമൊക്കെയാണ്, ചിലപ്പോൾ കിളികൾ ഈ വഴി പറന്നു പോയപ്പോൾ അങ്ങനെ കൊണ്ട് ഇട്ടതായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യമല്ല. ഇത് വേറെ സ്ഥലത്ത് അതിനുള്ള ക്ഷുദ്രക്രിയകളൊക്കെ ചെയ്ത് ആവാഹിച്ച് നമ്മളെ നശിപ്പിക്കാൻ കൊണ്ട് നമ്മുടെ പറമ്പിൻ്റെ എവിടെയെങ്കിലോ വീട്ടുമുറ്റത്തൊക്കെ സ്ഥാപിക്കും. അത് തൊടുമ്പോൾ തന്നെ ഇത്രയും നമ്മൾ പോസിറ്റീവായിട്ടൊക്കെ കുഴപ്പമില്ലാണ്ട് പോയിരിക്കുകയായിരിക്കും. അപ്പോഴേ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരും. ആദ്യം തന്നെ നമുക്ക് വരുന്നത് ശരീരക്ഷീണം, അതുപോലെ തളർച്ച കാര്യങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. രണ്ടാമത്തേത് നമുക്ക് ദേഷ്യം കാര്യങ്ങൾ, ഈ അസുഖബാധിതം അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ദേഷ്യം കൂടി വരും. കാരണം വീട്ടിലെ ജോലി ചിലപ്പോൾ ചെയ്യണം, ചിലപ്പോൾ അമ്മമാർക്കായിരിക്കും ഇത് ലഭിക്കുന്നത്. കൂടുതലും മുറ്റടിക്കാൻ പോകാൻ നേരത്തൊക്കെ അമ്മമാർക്കായിരിക്കും ഇത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ വരും. പിറ്റേ ദിവസം ജോലി ചെയ്യണം. അങ്ങനെ ആയി കഴിയാൻ നേരത്ത് വീട്ടിൽ വഴക്കുകൾ, കാര്യങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിലൂടെ തന്നെ വരാം. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനം പറമ്പിൽ നിന്ന് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും വേറെ രീതിയിൽ എടുത്ത് ചപ്പുവാരിയിലാണെങ്കിലും വടി കൊണ്ടെടുത്ത് പുറത്തേക്ക് കളയുക, റോഡിലേക്ക് എവിടെയെങ്കിലും കളയുക. കാരണം നമ്മളെ നശിപ്പിക്കാനായിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് എത്രയും വേഗം കളയുക. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ. ബാക്കി കൂടുതൽ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്നെ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ, ഞാൻ പറഞ്ഞുതരാം. എങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയായാലും ഇതിൻ്റെ പ്രതിവിധി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റിട്ടേൺ പോകും. ഉറപ്പായിട്ടും അവർക്ക് തിരിച്ചടിക്കും. ഏതൊരു കാര്യം, അതായത് ഏതൊരു വ്യക്തിയാണെങ്കിലും അത് മോശം കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മുടെ സമയം ക്ലിയറായി വരുമ്പോൾ ഇത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് നമ്മളൊന്നും ചെയ്യാതെ സമയത്തിനും കാലത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12 വർഷം എടുക്കും ഇത് അവർക്ക് തിരിച്ചടിയായിട്ട് ലഭിക്കുമ്പോൾ. അപ്പോഴത്തേക്കും അവരെല്ലാം കഴിഞ്ഞ് ചാകാറായി കാണും. പക്ഷേ നമ്മൾ അപ്പം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സമയങ്ങളാണ് പോകുന്നത്. നമുക്ക് പല ജോലി ലഭിക്കേണ്ടതും വിവാഹം നടക്കേണ്ടതും അങ്ങനെയുള്ള വീട് വെക്കേണ്ടതും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇല്ലാതാവും. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ, അതും വരെ ഇതിലൂടെ തകർച്ചയിലേക്ക് വരും. അപ്പം അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേ വരും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഉടനെ തന്നെ അതിനുള്ള പ്രതിവിധി ചെയ്ത് നമ്മൾ ഓക്കെ ആവുക, അല്ല നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. പണ്ടായിരുന്നു പതുക്കെ ഉള്ളൂ, ഇപ്പം അപ്പം കൊടുക്കുക. കമ്പ്യൂട്ടറാണ്. അപ്പം ഭഗവാനും അതുപോലെ ഭഗവതി അതുപോലെ നോക്കിയിരിക്കുകയാണ്. ഒട്ടനെ കൊടുത്തേക്കാം. മനസ്സിലായേ? അതിൻ്റെ പ്രതിവിധിക്കുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളൂ. അപ്പം തന്നെ കൊടുക്കാൻ തയ്യാറാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ള മോശം പ്രവൃത്തികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭഗവാനാണെങ്കിലും ഭഗവതിയാണെങ്കിലും ഈ പറഞ്ഞ നിങ്ങൾ ആരെ പ്രാർത്ഥിക്കുന്ന ഏതൊരു ഈശ്വരനാണെങ്കിലും തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്താണോ മോശമായിട്ട് ചെയ്തത് അവർക്കിട്ട് അത് തന്നെ ഉള്ള രീതിയിൽ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഉരുളൻ കല്ലുകൾ, നല്ല രസമുള്ള കല്ലുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ കൂടുതലും കൊച്ചു കുട്ടികളൊക്കെ എടുത്ത് വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ ഇവർ ചെയ്യുന്നത് ചെറിയ ചെറിയ തെങ്ങുകളുണ്ടെങ്കിൽ, ഗൗളി പോലുള്ള തെങ്ങുകളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു വെക്കും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എനർജി മൊത്തം വീടിന് ചുറ്റുമൊക്കെ പരന്ന് ആകെ പ്രശ്നത്തിലാവും. മഴ വീണാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി കേട്ടോ. നിങ്ങളുടെ മണ്ണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കാര്യവും നടക്കാൻ പോകുന്ന എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വളരെ മോശം അവസ്ഥ. പ്രധാനമായിട്ട് പൈസയുടെ റോളിങ് തന്നെ ഇല്ലാതെ വരിക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതായത് നിങ്ങൾക്ക് പൈസ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇന്ന മേടിക്കണം, ഇന്ന കാര്യങ്ങൾ. ഇപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഇന്ന ദിവസം ശമ്പളം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ശമ്പളത്തിലെ കൂലിപ്പണിയാണെന്ന് കൂട്ടുക, ആഴ്ചയിലാണ് കിട്ടുന്നത്, അത് വെച്ച് വേണം നമുക്ക് വീട് കഴിയാൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം വരാൻ നേരത്ത് ചിലപ്പോൾ പൈസ കറക്റ്റായിട്ട് അന്ന് കിട്ടണമെന്നില്ല, അങ്ങനെയുള്ള പ്രശ്നം അതിൽ കുറവ് വരും, അങ്ങനെ വഴക്കാവും. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റും. നമുക്ക് കൊടുക്കാൻ എവിടെയെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ അതുപോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വീട്ടിൽ
ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാര്യങ്ങളും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ കാര്യങ്ങളൊക്കെ വന്നു ചേരും. അപ്പം നമ്മൾ നിസ്സാരമായിട്ട് വിചാരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ പലവിധ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടാനും ഒക്കെ ഇടവരും. പൊതുവെ പറഞ്ഞാൽ അന്ന് പറഞ്ഞ പോയിൻ്റെ കാര്യം കൂടി എടുത്ത് നമുക്ക് കൂട്ടാം. കാണാത്തവർക്കാണ്. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ട് വിശദമായിട്ട്. നമുക്ക് പറമ്പിൽ നിന്ന് കോയിൻസ് ഒക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയാണെന്ന് ഓർത്ത് എടുത്ത് പോക്കറ്റ് വെക്കും. അതോടുകൂടി കഴിഞ്ഞു. അല്ലെ വീടിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കും. അതോടുകൂടി കഴിഞ്ഞു പരിപാടി. നമ്മുടെ പരിപാടി തീർന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും കൈകൊണ്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം വളരെ അപകടം നിറഞ്ഞൊരു വസ്തുവാണ്. നമ്മൾ വിചാരിക്കുന്നത് പണ്ടെങ്ങാണ്ടും പോയിട്ട് അങ്ങനെയുള്ള കാര്യമാണ്. അതുപോലെ മഞ്ചാടിക്കുരുവാണെന്നുണ്ടെങ്കിൽ കിളികൾ കൊണ്ട് ഇട്ടതാകാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വന്നതാകാം. പ്രകൃതിയുടെ കാര്യമല്ലേ. മൂന്നാമത്തെ കല്ലുകൾ പല വിധമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ താഴെ നിന്നൊക്കെ വന്നായിരിക്കും. മഴ പെയ്തതല്ല, അപ്പം മഴ കൂടുതലായപ്പോൾ താഴെ കിടന്ന ഒരു കല്ലൊക്കെ തെളിഞ്ഞ് മേടി വന്നായിരിക്കും. അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാർ നമുക്ക് കൊണ്ട് ഇടുന്നതാണെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. സാധാരണ കരിങ്കല്ല് പോലത്തെ കല്ലോ അല്ലെ ചിപ്സ് പോലത്തെ കല്ലോ ഒന്നും ഇടില്ല. അതൊന്നും ശ്രദ്ധിക്കണ്ട. അതിലുള്ള കാര്യങ്ങളില്ല. ഇതുപോലുള്ള സെപ്പറേറ്റ് കാണാൻ രസമുള്ള വെള്ളാരം കല്ലുകളെന്നൊക്കെ നമ്മൾ പറയൂലേ, അങ്ങനെയുള്ള കല്ലുകൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതുപോലുള്ള കല്ലുകളിലൊക്കെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരാളെ നശിപ്പിക്കാൻ അയാളുടെ ഫോട്ടോ വരെ വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? എന്നെ കുറേ പേര് അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. തിരുമേനി ഇങ്ങനൊരു കാര്യം ചെയ്യണം, ഞാൻ വേണം അയാളുടെ ഫോട്ടോ അയച്ചുതരാം. ഞാൻ പറയും മേലെ ഇതുപോലത്തെ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നു പോകരുത്. മനസ്സിലായി? അങ്ങനെയുള്ള പരിപാടിക്ക് ഇരിക്കുന്ന ആളല്ല ഞാൻ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ സമീപിക്കുന്നുണ്ട്. അതായത് ഒരാളെ നശിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് അങ്ങനെയുള്ള നമ്മൾ ഭഗവാനും ഭഗവതിയും നേരായ മാർഗത്തിലൂടെ പൂജ ചെയ്ത് പോകുന്ന ആളാണ്. അപ്പം നമുക്ക് സാധാരണക്കാരുടെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി അവർ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ കുറേ പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 1 രൂപ പോലും മേടിക്കുന്നുമില്ല. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിയാൻ അന്നേരം ചിലപ്പോൾ എന്തെങ്കിലും വഴിപാടിൻ്റെ ഇതായിട്ടോ ചിലപ്പം നമ്മുടെ കാവിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ അവർ പൂജയ്ക്കുള്ള വഴിപാട് പൈസയൊക്കെ തരാറുണ്ട്. കാരണം അവർക്ക് അത്രയും ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഒരു ദിവസം പൂജ കഴിക്കുകയും അപ്പോൾ അവർക്ക് അതിനുള്ളൊരു സന്തോഷമുണ്ട്. നമുക്കും അതുപോലുള്ളൊരു കാര്യമുണ്ട്. ഭഗവാന് ഒരു നേരത്തെ നേദ്യം കൊടുക്കാൻ പറ്റുക, ഒരു ദിവസത്തെ പൂജയായിട്ട് ചെയ്യാൻ പറ്റുക, അതൊക്കെ വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അതിലൂടെ തന്നെ അവർക്കും അവരുടെ കുടുംബത്തിനും സമാധാനവും ഐശ്വര്യമൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലത്തെ, വീണ്ടും ഞാൻ പറയുക, ആഭിചാര കർമ്മങ്ങളല്ല വിഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എങ്കിൽ പോലും നമ്മൾ പറയുന്നതിലൊരു പരിധി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു കാരണവശാലും നിങ്ങൾ മഞ്ചാടിക്കുരുവോ കോയിൻസോ അതുപോലെ തന്നെ ഈ വെള്ളാരം കല്ലുകൾ പോലെയൊക്കെ പറമ്പിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കൈകൊണ്ടെടുക്കരുത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ റെഡിയാക്കി കറക്റ്റാക്കി പഴയ പോലെ വരാൻ കുറച്ച് പാടാണ്. എങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതിനുള്ള പ്രതിവിധിയുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടി മെനക്കെടണം. അത് ഏതൊരു കാര്യമാണേലും. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ അതിനുള്ള പരിഹാരം പറയാം. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.